ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ലേ എല്ലാവർക്കും? പുതിയ ജോലികൾക്കൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഈ ഡിസംബർ മാസത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ഒരു ലോങ് വെക്കേഷനാണ്. ഇവിടുത്തെ സമ്മർ വെക്കേഷനാണ് കേട്ടോ ഇപ്പം. അതായത് കുട്ടികൾക്ക് 1.5 മാസം സമ്മർ വെക്കേഷൻ ഉണ്ട്. അപ്പോൾ സ്കൂൾസ് എല്ലാം അവധിയാണ്. ഭയങ്കര തിരക്കാണ്. കുട്ടികളെയൊക്കെ കൊണ്ട് ആളുകൾ അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ഇന്നത്തെ വിസ സ്പോൺസർഷിപ്പ് ജോബ്സ് എന്തൊക്കെയാന്ന് ഞാനിവിടെ പറയാം കേട്ടോ. ഞാനിവിടെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഇടുന്നുണ്ട്. അപ്പോൾ അത് പോയി നോക്കിയിട്ട് നിങ്ങളുടെ ജോബിൽ ക്ലിക്ക് ചെയ്ത് അതിലൂടെ അപ്ലൈ ചെയ്യണം. ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ എല്ലാവരും ലോങ് ലീവ് ഒക്കെ എടുത്ത് പോയേക്കാണ്. അപ്പോൾ ടെമ്പററി റോൾസും ഉണ്ട്, അതുപോലെ തന്നെ റീസൈൻ ചെയ്ത് പോയിട്ടുള്ള റോൾസ് ഉണ്ട്. മിക്കവാറും ജോബ്സ് ഒക്കെ തന്നെ പെർമനന്റ് ജോബ്സ് ആണ്. അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏജൻസി വഴിയും അപ്ലൈ ചെയ്യാം കേട്ടോ. ഏതൊക്കെ ഏജൻസികളാണ് സ്കാം ആയിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ തന്നെ ഞാൻ അറിയുന്ന ഒരു കുട്ടി വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും അത് കിട്ടിയിട്ടില്ല. 4 മാസമായിരുന്നു ഒരു വിസയുടെ പ്രോസസ്സിംഗ് ടൈം. 5 മാസം ആവാറായി, എന്നിട്ടും ആ ജോലി കിട്ടിയിട്ടില്ല. ഈ ഡിസംബറിൽ എല്ലാ ഓഫീസുകളും ക്ലോസ്ഡ് ആയിരിക്കും കുറേ ദിവസം. അപ്പം അതുകൊണ്ടായിരിക്കും ആ വിസ താമസിക്കുന്നത്. നിങ്ങൾ ഏജൻസി വഴി അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാര രജിസ്ട്രേഡ് ആയിട്ടുള്ള ഏജൻസി വഴി ഓസ്ട്രേലിയയിലേക്കും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ന്യൂസിലൻഡ് എന്ന സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അക്രഡിറ്റഡ് എംപ്ലോയേഴ്സിന്റെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ ആ ലിസ്റ്റ് വഴിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ ആദ്യം തന്നെ ഇമിഗ്രേഷന്റെ സൈറ്റിൽ കയറുക. എന്നിട്ട് അവിടെ താഴെയുള്ള ഒരു കോളത്തിൽ നിങ്ങളുടെ ജോബ് എന്താണോ ആ കീവേഡ് അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പം അക്കൗണ്ടിങ് ആണെങ്കിൽ അക്കൗണ്ടിങ് കൊടുക്കുമ്പോൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ജോബ്സ് ഉള്ള എല്ലാ കമ്പനീസും അവിടെ വരും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആണെങ്കിലോ കൺസ്ട്രക്ഷൻ കമ്പനീസിന്റെ പേര് അക്രഡിറ്റഡ് ആയിട്ടുള്ളവരുടെ ആ ലിസ്റ്റിലൂടെ വരും. ആ കമ്പനി സെലക്ട് ചെയ്തിട്ട് കമ്പനിയുടെ കരിയർ സൈറ്റിൽ പോവുക. അവിടെ നിന്നും നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഈ കാണുന്ന ജോബ്സ് അല്ലാതെ തന്നെ ആ കമ്പനിയുടെ കരിയർ സൈറ്റിലും നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാവരും IELTS ഒക്കെ ട്രൈ ചെയ്തോ? 2023 മുതൽ IELTS എടുക്കുമ്പോൾ ഒരു ബാൻഡ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 റീടേക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഓപ്ഷൻ വഴി അതിന്റെ സ്കോർ കുറവാണെങ്കിൽ 60 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതുവഴി നിങ്ങൾക്ക് സ്കോറ് കൂട്ടാൻ സാധിക്കും. പുതുതായിട്ട് IELTS എഴുതുന്നവർക്ക് സാധിക്കുള്ളൂ. 60 ദിവസത്തിനുള്ളിൽ റീടേക്ക് ഓപ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കണം. അപ്പൊ എല്ലാവരും IELTS ശ്രമിക്കുക. ലിങ്ക്ഡിനിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക. ആ പ്രൊഫൈൽ ഉപയോഗിച്ചുകൊണ്ട് ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. നല്ലൊരു ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള CV ഉണ്ടാക്കുക, ഒരു കവർ ലെറ്റർ ഉണ്ടാക്കുക. എന്നിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട്. ഇന്ന് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാനായിട്ട് ഏത് സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് വെസ്റ്റേൺ ഓസ്ട്രേലിയ അതുപോലെ മറ്റു കുറച്ച് സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. കാരണം ഈ സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുകൂടാതെ റീലൊക്കേഷൻ പാക്കേജുള്ള കുറച്ച് സ്ഥലങ്ങൾ കൂടിയാണ്, റീലൊക്കേഷൻ പാക്കേജുള്ള കുറച്ച് ജോലികൾ കൂടിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ജോലികൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഒരു എമൗണ്ട് കമ്പനി റീലൊക്കേഷന് വേണ്ടി തരും. അപ്പോൾ അങ്ങനെയുള്ള ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റാണ് അണ്ടർഗ്രൗണ്ട് പേസ്റ്റ് ക്രൂ എവല്യൂഷൻ മൈനിങ്. സെക്കൻഡ് ബോഗർ ഓപ്പറേറ്റർ കാൽഗൂർലി കോഡ്ഫീൽഡ്സ്. മൂന്നാമത്തേത് മെക്കാനിക് ഷയർ ഓഫ് ആഷ്ബർട്ടൺ. നെക്സ്റ്റ് പെയിൻറ്റർ ബ്ലാസ്റ്റർ ഗുഡ് ലൈൻ. കമ്പനികളുടെ പേരൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. എംപ്ലോയ്മെൻറ്റ് ആൻഡ് പോസ്റ്റ് പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് ആൺഹം ലാൻഡ് പ്രോഗ്രസ് അബോറിജിനൽ കോർപ്പറേഷൻ. ഇതെല്ലാം വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്കുള്ളതാണ് കേട്ടോ. മെക്കാനിക്കൽ ടെക്നീഷ്യൻ, അതുപോലെ തന്നെ ഹൗസിംഗ് അസിസ്റ്റൻസ്, റീലൊക്കേഷൻ അസിസ്റ്റൻസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. ലോജിസ്റ്റിക് പ്ലാന്റ് എക്വിപ്മെൻറ്റ് കോർഡിനേറ്റർ പോർട്ട് ഗുഡ് ലൈൻ എന്നാണ് കമ്പനിയുടെ പേര്. നെക്സ്റ്റ് സീനിയർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഗുഡ് ലൈനിൽ തന്നെയാണ്. ഒരുപാട് ജോലികളുണ്ട് ഗുഡ് ലൈനിൽ. അപ്പോൾ ഗുഡ് ലൈനിൻ്റെ കരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അവിടെയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
റീലൊക്കേറ്റ് ടു ക്യൂൻസ്ലാൻഡ് എന്നിവിടെ പറയുന്നുണ്ട്. CMR കോർണർ സ്റ്റോൺ മെഡിക്കൽ റിക്രൂട്ട്മെൻറ്റ് എല്ലാം തന്നെ വെസ്റ്റേൺ ഓസ്ട്രേലിയയിലേക്കുള്ളതാണ്. രജിസ്റ്റേർഡ് നേഴ്സ് റീലൊക്കേഷനും സ്പോൺസർഷിപ്പും അവൈലബിൾ ആണ്. ഇതെല്ലാത്തിനും സ്പോൺസർഷിപ്പും ഉണ്ട്. CDP ട്രാവലിംഗ് സപ്പോർട്ട് ഓഫീസർ ആൺഹം ലാൻഡ് പ്രോഗ്രസ് അബോറിജിനൽ കോർപ്പറേഷൻ. നെക്സ്റ്റ് ഫാമിലി സേഫ്റ്റി സപ്പോർട്ട് വർക്കർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്മ്യൂണിറ്റീസ്. ആക്ടിവിറ്റി കോർഡിനേറ്റർ ആൺഹം ലാൻഡ് പ്രോഗ്രസ് അബോറിജിനൽ കോർപ്പറേഷൻ. ലോജിസ്റ്റിക്സ് സ്പെഷ്യലിസ്റ്റ് ആലീസ് സ്പ്രിങ്സ്. റിമോട്ട് കമ്മ്യൂണിറ്റി സ്റ്റോർ മാനേജർ കമ്മ്യൂണിറ്റി കോർഡിനേറ്റർ മാരാവോറ അബോറിജിനൽ കോർപ്പറേഷൻ. എല്ലാത്തിനും റീലൊക്കേഷൻ അസിസ്റ്റൻസ് ഉണ്ട്. നൈറ്റ് ഫിൽ മാനേജർ റീലൊക്കേഷൻ പാക്കേജ് എന്ന് നോട്ടിഫിക്കേഷൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. വൂൾവേഴ്സ് ഗ്രൂപ്പ്. ഇവിടെ കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അതാണ് വൂൾവേഴ്സ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ ഫിറ്റർ ഗുഡ്ലൈൻ. മെയിൻ്റനൻസ് കോർഡിനേറ്റർ സപ്ലൈ ബേസ്. സോഷ്യൽ വർക്കർ ഓർ കേസ് മാനേജർ സ്ട്രീം ഹെൽത്ത് കെയർ. സ്ട്രീം ഹെൽത്ത് കെയറിൻ്റെ കരിയർ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ വേറെയും സപ്പോർട്ട് വർക്ക് നിങ്ങൾക്കിവിടെ കാണാം. മറൈൻ ഓപ്പറേഷൻസ് സ്പെഷ്യലിസ്റ്റ് സ്കൗട്ട് ടാലൻറ്റ്. എഞ്ചിനീയറിംഗ് മാനേജർ മെക്കാനിക്കൽ ആസ്ട്രം. കോർപ്പറേറ്റ് സർവീസ് മാനേജർ ലോക്കൽ ഗവൺമെൻറ് സ്കൗട്ട് ടാലൻറ്റ്. ഇങ്ങനെ ഒരുപാട് ജോബ്സ് ഉണ്ട്. ഇനി നമ്മളിതിൻ്റെ നെക്സ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും കുറേ ജോബ്സ് ഇവിടെ കാണാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ സൂപ്പർവൈസർ ട്രോണോക്സ്. ടെക്നിക്കൽ ഓപ്പറേറ്റേഴ്സ് കോർഡിനേറ്റർ കർട്ടിൻ യൂണിവേഴ്സിറ്റി. ഫീൽഡ് സർവീസ് പ്ലാൻ മെക്കാനിക് വെസ്ട്രാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. ബോയിൽ മേക്കർ ഗുഡ്ലൈൻ. ചീഫ് വർക്ക്ഫോഴ്സ് ഓഫീസർ സെൻട്രൽ ഓസ്ട്രേലിയൻ അബോറിജിനൽ കോൺഗ്രസ്. പിൽബാറ മാനേജർ ഗുഡ്ലൈൻ. രജിസ്റ്റേർഡ് നഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ വർക്കർ ഓർ കേസ് മാനേജർ സ്ട്രീം ഹെൽത്ത് കെയർ. HD ഫിറ്റർ സർഫസ് വർക്ക്ഷോപ്പ്. ഇങ്ങനെ ഏത് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ ജോലിയുടെ കീവേഡ് വെച്ചുകൊണ്ട് വിത്ത് റീലൊക്കേഷൻ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ജോലികൾ കണ്ടെത്താൻ സാധിക്കും. അതിനും റീലൊക്കേഷൻ അസിസ്റ്റൻസ് ആൻഡ് സ്പോൺസർഷിപ്പ് എന്നുകൂടി വെച്ച് സെർച്ച് ചെയ്താൽ ഇത് രണ്ടുമുള്ള ജോലികളിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും പോയി ഈ ജോലികളൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ജോലി ഉണ്ടോ നോക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. ഡിസംബർ ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ്. ജനുവരി ഫസ്റ്റ് വീക്കിൽ കൂടി ആ ജോബിൻ്റെ ഡേറ്റ് ഇവിടെ ഉണ്ട്. ജനുവരി ഫസ്റ്റ് വീക്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഈ ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവരെ see you, bye.